അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞങ്ങൾ ഇന്ന് നമ്മളെ കർമ്മസേന 1-ാം വാർഡ് കർമ്മസേനയ്ക്ക് ഇന്ന് രാവിലെ തന്നെ ഒരു 8-9 മണിക്ക് ഒരു 8-ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ ഉപ്പ ഞങ്ങളെ വീട്ടിലെല്ലാവരും തല്ലുണ്ട്, ഇങ്ങനെ 3-4 ദിവസമായിട്ട് വലിയ പ്രശ്നത്തിലാണ്, ഉപ്പ എന്തോ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചത്. അപ്പോൾ ഞാൻ നമ്മളെ ആ ഭാഗത്തുള്ള എല്ലാവരും നമ്മൾ കർമ്മസേനയിൽ ഇത് അറിയിക്കാതിരുന്നത് ഒരു വീട്ടിലെ ഒരു വിഷയമായതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു കുറഞ്ഞ ആളുകൾ ആ വീട്ടിൽ പോയി ആ ആളെ കണ്ടിട്ടുണ്ട്. ആ കണ്ട ആൾക്ക് ഞങ്ങൾ അതിൻ്റെതായ നിർദ്ദേശങ്ങൾ കൊടുത്തു. ആ വീട്ടിലുള്ള മോളെയും ഉമ്മനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവരിനി ചെയ്യില്ല എന്നും ഇനി ചെയ്താൽ ഞങ്ങൾക്ക് പിന്നെ DADS സെൻ്ററിലൊക്കെ കൊണ്ടുപോകാനുള്ള ഇതൊക്കെ ചെയ്ത് നിങ്ങൾ ചെയ്തോളി എന്ന ലെവലിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട് സംഭവിച്ചതാണെന്നൊക്കെ ആ ഉപ്പ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതായാലും നമ്മൾ ഈ വാർഡിൽ നമ്മൾ ഈ കർമ്മസേന വന്നതിന് ശേഷം ഇതുപോലത്തെ ഒരുപാട് കുടുംബങ്ങൾക്ക് നമുക്ക് അവരുടെ പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിഞ്ഞു. അതിയായ സന്തോഷം ഉണ്ടായില്ല. കാരണം ഇതൊക്കെ ഈ കുട്ടികളൊക്കെ 8-ാം ക്ലാസ് പഠിക്കുന്ന മോളൊക്കെ വിളിച്ച് കരയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉമ്മനൊക്കെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഇങ്ങനത്തെ പ്രയാസങ്ങൾ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കൊണ്ട് പല കുടുംബങ്ങളിലുണ്ട്. ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടായ അനുഭവം, ഇപ്പോൾ സമയം 9:30 മണിയായി, ഞങ്ങളൊരു 8 മണിക്കൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുവരെ അവരോട് സംസാരിച്ച് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇത്രയും ആളുകൾ, ഈ കർമ്മസേനയിൽപ്പെട്ട ഇത്രയും ആളുകൾ ഞങ്ങൾ അതിലേക്ക് വന്നത്. അപ്പം പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ സ്നേഹിതന്മാരായ സുഹൃത്തുക്കളെ ഈ ലഹരി ഉപയോഗിച്ച് ദയവായിട്ട് നിങ്ങൾ നമ്മളെ പിന്നെ മക്കളെയും പിന്നെ ഓരോ ഭാര്യമാരൊന്നും ഉപദ്രവിക്കല്ലേ. നമുക്കൊക്കെ സങ്കടമാണ് ഇന്നത്തൊക്കെ ആ ഒരു കുട്ടിൻ്റെ കരച്ചിലൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് വളരെ പ്രയാസത്തിലാണ് ഞങ്ങളൊക്കെ ആ വീട്ടിൽ നിന്ന് തന്നെ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ റിക്വസ്റ്റ് ആയിട്ട് ഞങ്ങളോടൊക്കെ പറയാനുള്ളതാണ്, ഈ ലഹരി എന്ന് പറഞ്ഞത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയണില്ല നമ്മൾ ആരാണ്, ഞാൻ ആരെടുത്താണ് നിൽക്കുന്നത്, എൻ്റെ വീടാണോ മക്കളാണോ എന്ന് വരെ തിരിച്ചറിയാതെ ഈ ബോധം പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും ഞങ്ങൾ ഈ ഒരു അനുഭവം ഞങ്ങൾക്ക് ഇങ്ങനെ മറ്റുള്ളവരോട് പറയണം തോന്നി ഈ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ കണ്ടപ്പം. അപ്പോൾ അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതാണ് ആ ഭാര്യ പറയാണ്, എനിക്ക് എന്നെ അടിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ മക്കളെ ഉപദ്രവിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കൊക്കെ അറിയാം, ഇത് എല്ലാവരോടുമായിട്ടാണ് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്, ദയവായിട്ട് ഇതിലേക്ക് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക. നിങ്ങൾക്ക് കഴിയണില്ലെങ്കിൽ നമ്മൾക്കൊക്കെ സഹായം തേടാം. ഒരാളെ അറിയിക്കാതെ നമ്മൾ പല ആളുകളും നമ്മൾ പല ലെവലിൽ മാറ്റിയിട്ടുണ്ട്, പല രീതിയിൽ പല കുടുംബത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്തു തരാം, നമ്മോട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരാം. നമുക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ പൊന്നു രക്ഷിതാക്കളെ നിങ്ങൾ ദയവായിട്ട് നമ്മളെ മക്കളെയും രക്ഷിതാക്കളാണെങ്കിലും ഇതിലൊന്നും പെടാതെ നല്ല രീതിയിൽ കുടുംബം, ഈ മക്കൾ നമ്മളെ രക്ഷിതാക്കളെയും ഈ കുടുംബം പ്രതീക്ഷിച്ച് വളരുന്ന കുട്ടികളാണ്. ആ കുട്ടികളാണെന്ന് കരഞ്ഞിട്ട് വിളിക്കുന്നത്, സ്വന്തം ഒപ്പാനെ പറ്റിയാണ് ഈ പറയണത്. അപ്പോൾ എത്രത്തോളം വിഷമമുണ്ട് എന്നുള്ളത് അത് കേട്ട ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ എത്ര മനസ്സിലാക്കും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മക്കളൊക്കെ ശ്രദ്ധിക്കുക, ആൺകുട്ടികളായാലും ഒക്കെ നമ്മളെപ്പോഴും നമ്മൾ ഈ വാർഡിൻ്റെ ജാഗ്രതയായിട്ട് ഞങ്ങളെല്ലാവരും ഈ നാടിൻ്റെ ഈ ലഹരി വിഷയത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഞങ്ങളത് മുമ്പോട്ട് പോകുന്നത് ഇതുപോലത്തെ കുട്ടികളെയും രക്ഷിതാക്കളുടെയും പ്രയാസങ്ങൾ കണ്ടിട്ടാണ് ഇതിലേക്ക് ഈ കർമ്മസേന രൂപം നൽകി ഇതിലേക്ക് ഇറങ്ങിയത്. ഇതുകൊണ്ടാണ് ഇതോട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാനുള്ള ഞങ്ങളെ താല്പര്യവും ഇത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളതാണ്. ഷാഫിക്ക് എന്തായാലും പറയാനുള്ളത്? ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് തന്നെയാണ്, ഓരോ രക്ഷിതാക്കൾ ചെയ്യുന്ന അക്രമത്തിന് മക്കൾ വിളിക്കുമ്പോഴാണ് ആ സങ്കടം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും, ഇത് ഉപയോഗിക്കുന്ന എല്ലാ രക്ഷിതാക്കളും ഈ വീഡിയോ കണ്ടിട്ട് ഒരു മനമാറ്റം വരാമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഹയറാവും. അതല്ല മറ്റുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും, അയൽവാസികൾക്കും ആ ചുറ്റുഭാഗത്തുള്ള എല്ലാവർക്കും. പിന്നെ അതല്ല, സമൂഹത്തിൻ്റെ ഇടയിൽ എപ്പോഴും ഒറ്റപ്പെട്ട ഒരാളായിരിക്കും അവർ, ആർക്കും മെയിൻ്റെ ചെയ്യാത്ത രീതിയിലായിരിക്കും അവരെ യാത്രക്കാർ. ഇത്രേ നമുക്ക് പറയാനുള്ളൂ. എനിക്കെന്താ പറയുള്ളൂ? അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങളിതൊരു എല്ലാവർക്കുള്ള അറിവിലേക്കായിട്ട് ഈ വീഡിയോ എടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.